അഹമ്മദാബാദിലേക്ക് ഒഴുകിയ ലക്ഷങ്ങളെ സാക്ഷിയാക്കി കിരീടദാഹമടങ്ങാത്തവരുടെ സ്വപ്ന സാഫല്യത്തിന്റെ രണ്ടാം അധ്യായം. മനസ്സും ശരീരവും ഒരു ടീമായാൽ എന്തിനും പോന്നവരുടെ ചാവേർപ്പടയാണവർ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉയർത്തുന്ന കിരീട കാഴ്ചയ്ക്കായി ഞങ്ങൾ എത്രയോ മോഹിച്ചതാണ്. 2025 ഒരിക്കലും ആയാത്തൊരു സാഫല്യരാവിനിപ്പുറം വർഷമൊന്ന് പിന്നിട്ടു. ഇനി ഈ സാമ്രാജ്യത്തിൽ രാജാവിന്റെ ഇടം ഊട്ടിയുറപ്പിച്ചവർ പൊന്നിൻ പ്രഭ പോലൊരു തുടർക്കാഴ്ചയും. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെങ്കിൽ ആ 18ാം നമ്പർ ഒന്ന് മനസ്സിൽ തെളിയും. വീഴുമെന്നിടയ്ക്ക് കരുതിയെങ്കിൽ ചേസ് മാസ്റ്റർ ആ ക്രീസിൽ പടർന്നിറങ്ങുന്ന ദൗത്യമയാളിൽ ഭദ്രമാണ്. കണക്ക് തീർക്കാൻ ഗുജറാത്ത് ഇറങ്ങിയെങ്കിൽ എതിരാളികളുടെ മനോധൈര്യം അളക്കാൻ മാത്രം ഗില്ലിന്റെ പടയ്ക്ക് കഴിയാതെ വന്നു. രാജസ്ഥാനെ നിർവീര്യമാക്കിയ മേമ്പൊടി ചാർത്തിയ വാഴ്ത്തുപാട്ടുകൾക്ക് ഇനി ഇവിടെ വിശ്രമിക്കാം. ഗില്ലും സുദർശനും അടങ്ങുന്ന കൂട്ടുകെട്ടിന്റെ അമരക്കാരമിരിക്കാൻ RCB ചിലത് മനസ്സിൽ കണ്ടിരുന്നു. തുടക്കം തന്നെ അത് മൈതാനത്തും. ഭുവനേശ്വർ, ഹേസൽവുഡ്, രാസിഗ്ദർ ഗുജറാത്തിനെ തീർത്തവരുടെ പേരുകളാണിത്. എക്കാലവും വിമർശനമേറ്റ RCBയുടെ ബൗളിംഗ് യൂണിറ്റിൽ ഇന്ന് പോരാളികളുടെ ധാരാളിത്തമാണ്. ഗില്ലും സുദർശനും ബട്ട്ലറും അങ്ങനെ അപകടം തീർക്കുന്നവരെല്ലാം വീണു. രാസിക്കിന്റെ വിക്കറ്റ് 3കൾ, ഹെയ്സലും ഭുവിയും 2 വിക്കറ്റ് വീതം. സുന്ദറിന്റെ അർദ്ധശതകത്തിൽ വിയർത്ത് നേടിയതാണ് ഗുജറാത്ത് 155. തുടക്കം അയ്യരും കോഹ്ലിയും ചേർന്ന് ഗംഭീരമാക്കിയെങ്കിൽ ഇടയ്ക്കെപ്പോഴോ അപകടം തെളിഞ്ഞു. അയ്യരും പടിക്കലും പടിതാറും വീണെങ്കിൽ ഒരൊറ്റത്തയാൾ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലാണ്. പ്രായം അതിർവരമ്പുകൾ തീർക്കുമെന്ന് വിമർശനങ്ങളേറ്റ് തളരാൻ അയാൾക്ക് മനസ്സില്ല. അനായാസം ക്ലാസിക് കോഹ്ലിയുടെ അരങ്ങിൽ ആടിത്തിമിർത്ത കാഴ്ചകൾ അത്രയും ലക്ഷക്കണക്കിന് പേർ ആസ്വദിച്ചു. ഒരറ്റത്ത് നിലയുറപ്പിച്ച എത്രയോ കാഴ്ചകളുടെ ആവർത്തനമാണിവിടെ കോഹ്ലിയിൽ വീണ്ടും കണ്ടത്. ഫൈനൽ പോരിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അയാളുള്ളപ്പോൾ മോഹക്കപ്പിലെ മുത്തം അത് RCBയുടേതു തന്നെ. 75മായി ആ 37കാരൻ RCB ആരാധകർക്കായി ഒരിക്കൽ കൂടി ആ മോഹനിലാവിൽ ജ്വലിച്ചു നിന്നു. ഒടുവിൽ രാജാവിന്റെ ആ സിക്സറിൽ വീണ്ടും ഒരു ചരിത്ര പുസ്തകം അവർക്കായി ഇത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വിക്കറ്റ് 5ന്റെ വിജയതീരത്ത് RCB അണയുമ്പോൾ തുടർച്ചയായ 2ാം കിരീടപ്പെരുമയിൽ ആഘോഷം നിറഞ്ഞു. അന്നൊരു RCB ഫാൻ ആയിരിക്കുകയെന്നത് അത്രത്തോളം കഠിനകാലമെങ്കിൽ കാലചക്രം തനിയെ തിരിഞ്ഞു. കിരീടമില്ലെന്ന പരിഹാസങ്ങളുടെ വിഴുപ്പേറും കാലം ഇനി അങ്ങ് മറന്നേക്കാം. ഗുജറാത്തിന്റെ കണ്ണീരിൽ കുതിർന്ന അഹമ്മദാബാദിലെ മൈതാനത്ത് ലോയൽ ഫാൻസിനായി പടിതാർ പടയുടെ വിജയ സമർപ്പണമാണിത്. ഏത് നിരാശയുടെ നേരവും കടന്ന് നമുക്ക് നിറയെ പൂക്കുന്നൊരു കാലം അതാഗതമാകുക തന്നെ ചെയ്യും. അതിനി ഏത് കാത്തിരിപ്പിന്റെ ദുർഘടപാത കടന്നെങ്കിലും അത് RCBയോളം മറ്റേത് മാതൃക പിറക്കാനാണ്.